രായൻ ജൂലൈ 26 റിലീസ് ചെയ്ത തമിഴ് മൂവി. പടം കണ്ടു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ആക്ഷൻ ത്രില്ലർ. തമിഴിലെ കുറച്ച് ആക്ടേഴ്സിന്റെ പേര് പറയാൻ പറഞ്ഞാൽ അതിൽ വിട്ടുപോകാതെ പറയുന്ന ഒരു പേരാണ് ധനുഷ്. 2003 ആരംഭിച്ച അദ്ദേഹത്തിന്റെ സിനിമാ ജീവിതം 2024 എത്തി നിൽക്കുമ്പോൾ 50 ചിത്രങ്ങൾ പൂർത്തിയാക്കുകയാണ്. 50ാമത്തെ ചിത്രമാണ് രായൻ. ആ ചിത്രത്തിന്റെ മറ്റൊരു പ്രത്യേകത അദ്ദേഹം രണ്ടാമതായി സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ എന്നതാണ്. അതും തന്നെയല്ല, രചനയും സംവിധാനവും ടൈറ്റിൽ റോളും എല്ലാം ധനുഷ് തന്നെ. ഇനി സിനിമയിലേക്ക് കടക്കുകയാണെങ്കിൽ ഒരുപാട് സഹോദരങ്ങളെ സ്നേഹിക്കുന്ന നല്ല കുറേ ചേട്ടന്മാരുടെ പടങ്ങൾ നമ്മൾ മുമ്പും കണ്ടിട്ടില്ലേ? ആ ഒരു കാറ്റഗറിയിൽ പെടുത്താൻ പറ്റിയ ഒരു പടമാണ് രായൻ. തൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി, അവരുടെ നല്ലതിന് വേണ്ടി ജീവിക്കുന്ന ഒരു നല്ല ചേട്ടൻ. അങ്ങനെയൊക്കെ പറഞ്ഞാലും സഹോദരങ്ങൾ എന്ത് തെറ്റ് ചെയ്താലും അവരെ അങ്ങ് സപ്പോർട്ട് ചെയ്ത് അവരോട് അങ്ങനെ ക്ഷമിച്ച് അങ്ങനെ പോകുന്ന ഒരു ചേട്ടനല്ല. തെറ്റ് കണ്ടാൽ തെറ്റാണെന്ന് പറഞ്ഞ് തിരുത്താൻ ശ്രമിക്കുന്ന ഒരു ചേട്ടൻ. സിനിമയുടെ തുടക്കത്തിൽ അതിൻ്റെ ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണെങ്കിൽ 3 ആൺകുട്ടികൾ, അതിൽ മൂത്തവനാണ് നമ്മുടെ നായകൻ. അവർക്ക് സിനിമയുടെ തുടക്കത്തിൽ എപ്പോഴത്തെയും പോലെ ഫ്ലാഷ് ബാക്കാണ് നായകൻ്റെ കുട്ടിക്കാലം. 3 ആൺകുട്ടികൾ, അതിൽ മൂത്തവനാണ് നായകൻ. ഒരു കൊച്ചനുജത്തി. ഇവരുടെ അച്ഛനും അമ്മയും ചന്തയിലേക്ക് മറ്റോ പോകാനാണെന്ന് പറഞ്ഞു പോകുന്നു. 2 ദിവസം കഴിഞ്ഞിട്ട് ഇവരെ കാണാനില്ല. അങ്ങനെ തൻ്റെ കുടുംബത്തിൻ്റെ ഭാരം, തൻ്റെ സഹോദരങ്ങളെ നോക്കാനുള്ള ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുന്ന ഒരു ചേട്ടനാണ് നമ്മുടെ നായകൻ. പിന്നെ പറയണ്ടല്ലോ, അവർ വളർന്നു വലുതാവുമ്പോൾ അവർ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളും അതിനോടനുബന്ധിച്ച് വരുന്ന ഫൈറ്റുകളാണ് പടത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. അതും തന്നെയല്ല, ഈ സിനിമയിൽ സ്നേഹത്തെ വളരെ മനോഹരമായി തന്നെ സാക്ഷാത്കരിച്ചിട്ടുണ്ട്. പിന്നെ നല്ല നല്ല തമാശകളും. എന്നെ ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത് നമ്മുടെ AR റഹ്മാൻ്റെ BGM ആണ്. നമ്മുടെ 90s നിറഞ്ഞു നിന്നിരുന്ന ആ ഒരു വൈബില്ലേ, അതിലേക്കുള്ളൊരു തിരിച്ചുവരവാണ് AR റഹ്മാൻ നടത്തിയിരിക്കുന്നതെന്ന് പറയേണ്ടി വരും. അത്രയും അടിപൊളിയായിട്ടുള്ള BGM ആണ് ഈ പടത്തിലുള്ളത്. ഓരോ ഷോട്ടിലും അതിന് ആപ്റ്റായിട്ടുള്ള എന്താ പറയുക, സൂപ്പർ, സിംപ്ലി സൂപ്പർ. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ജൂനിയർ രായനാണ്. അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ആ കുട്ടി. ഐ ബിലീവ് ഇൻ ഫ്യൂച്ചർ അവൻ്റെ നല്ല നടനായി മാറും. അത്ര നന്നായിട്ടുണ്ട്. പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, സിനിമയിലെ ഓരോ ക്യാരക്ടേഴ്സും നന്നായി തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ആ ക്യാരക്ടർ നന്നായി ഉൾക്കൊണ്ട് നല്ല രീതിയിൽ തന്നെയാണ് പടം പോയിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഒരു ഫാമിലി മൂവി, അതായത് കുട്ടികളെ കൊണ്ട് പോവാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഈ വെട്ടും കുത്തും ഫൈറ്റും ഒക്കെ അല്ലേ, കൊച്ചു കുട്ടികൾക്കത് കാണുമ്പോൾ പേടിക്കണ്ടല്ലോ. നമ്മുടെ ജയിലറൊക്കെ പോലെ ഒരു ഫുള്ളി ഫൈറ്റ് മൂവിയാണ്. അപ്പോൾ കുട്ടികളെ ഈ പടം കാണിക്കുന്നതിൽ എനിക്ക് വലിയ അഭിപ്രായം തോന്നിയില്ല. എൻ്റെ പേഴ്സണൽ അഭിപ്രായമായിരിക്കും. എന്നാലും കൊച്ചു കുട്ടികളെ ഈ പടം കാണിക്കാതിരിക്കുകയാണ് നല്ലത്. ഈ പടം എന്നല്ല, ഒരുപാട് ഫൈറ്റും ചോരക്കളൊക്കെ ആയിട്ട് വരുന്ന മൂവീസ്, ഇപ്പോൾ കില്ല്, ജയിലർ പോലുള്ള മൂവീസൊക്കെ കാണിക്കാതിരിക്കുകയാണ് നല്ലത്. അതർവൈസ് അടിപൊളിയാണ് പടം. തിയേറ്ററിൽ തന്നെ കാണാൻ പറ്റിയ മൂവിയാണ്. എല്ലാവരും പോയി കാണുക. കണ്ടിട്ട് അഭിപ്രായങ്ങളെല്ലാം പറയുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.